ഫ്രണ്ട്സ്, ഇന്നലെ രാത്രി നമ്മളൊരു 1 മണിയായപ്പോഴാണ് ഇവിടെ റൂമിലെത്തിയത്. ഇവിടെ കോഫി ഗാർഡൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു റിസോർട്ടാണ് നമുക്ക് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇതപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു, ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി നിൽക്കുക. ഇപ്പോൾ രാവിലെ ഇവിടെ റൈസും കൊണ്ടുള്ളൊരു ഐറ്റം ഉണ്ടായിരുന്നു, പിന്നെ അതുപോലെ പൂരി ഉണ്ടായിരുന്നു, പിന്നെ പത്തിരി ഉണ്ടായിരുന്നു, ചട്ടിപ്പത്തിരിയോ, അതുപോലെ ചട്നി, കടലക്കറി, പുഴുങ്ങിയ മുട്ട, ചായ, ഇത്രയും സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. കുഴപ്പമുണ്ടായിരുന്നില്ല. സ്റ്റേയും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. അഫോർഡബിൾ പ്രൈസിനാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ആരെങ്കിലും കൊടക് ഭാഗത്തേക്ക് വരുന്നുണ്ടെങ്കിൽ വഴി അറിയാതെ വല്ലാതെ തപ്പണ്ട. കാരണം ഞങ്ങൾ ഇന്നലെ ഒരുപാട് കറങ്ങിയിട്ടാണ് ഇങ്ങോട്ട് എത്തിയത്. ഗൂഗിൾ ചേച്ചി പറ്റിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 10-40 കിലോമീറ്ററോളം വട്ടം കറങ്ങിയിട്ടാണ് ഇങ്ങോട്ട് എത്തിയത് കേട്ടോ. കാരണം റേഞ്ച്, മൊബൈൽ നെറ്റ്വർക്കും കാര്യങ്ങളും കിട്ടാത്തതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. എന്തായാലും ആരെങ്കിലും വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ലൊക്കേഷനും അതുപോലെ തന്നെ മൊബൈൽ നമ്പറും അവരുടെ ഫോൺ നമ്പറും ഒക്കെ നമ്മളിവിടെ കൊടുക്കാം കേട്ടോ. നമ്മുടെ ഇന്നത്തെ ഫുഡ് ഉണ്ടായിരുന്നത് ഇതല്ലേ, പത്തിരി, പൂരി, പിന്നെ നമ്മൾ പറഞ്ഞ റൈസ്, പുലാവ് പോലത്തെ ഒരു സംഭവമാണ്. പുലാവല്ല, ഇതാ എഗ്ഗ്. വ്യൂ ആണ് കേട്ടോ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണുന്ന, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം അത് കാണുന്നത് മെയിൻ റോഡാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് സൂം ചെയ്ത് കഴിയുമ്പോൾ അല്ലേ, അവിടെ കാണുന്ന റോഡാണ് കേട്ടോ. വണ്ടികൾ പോകുന്നുണ്ടോ നോക്കാം. വേണ്ടല്ലേ, അത് റോഡാണ് കേട്ടോ. ഇപ്പോൾ ഒരു ബൈക്ക് പോയതുണ്ടല്ലേ, ഇമ്പോളിൽ കേട്ടോ. അതുപോലെ തന്നെ ഇവിടുന്ന് അങ്ങോട്ട് മുകളിലോട്ട് നല്ല അത്യാവശ്യം വലിയൊരു പ്രോപ്പർട്ടി തന്നെയാണിത്. ഹട്ട് പോലത്തെ സംഭവങ്ങളും ഒക്കെ ഉണ്ട് എന്നുള്ളൊരു വ്യൂ ഉണ്ടല്ലേ. ഇവിടെ ഹട്ട് പോലത്തെ കുറച്ച് സംഭവങ്ങളുണ്ട് കേട്ടോ. ഇത് മുകളിലോട്ട് കാണുന്നത്, അതിൻ്റെ മുകളിലേക്ക് ഉണ്ടോ എന്നുള്ളത് അറിയില്ല കേട്ടോ. നമ്മൾ അങ്ങോട്ട് കയറിയിട്ടുണ്ടായിരുന്നില്ല. ഈ റിസോർട്ടിൽ നിന്ന് നോക്കുമ്പോഴുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ. ഇപ്പോൾ സമയം 10 മണിയായി. കണ്ടോ, കോട ഇറങ്ങാൻ തുടങ്ങി നൈസായിട്ട്. കണ്ടില്ലേ, പെട്ടെന്നാണ് കേട്ടോ കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കണേ. ഇതാണ് കേട്ടോ റിസോർട്ടിൻ്റെ റിസപ്ഷൻ. കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ ഇവിടുത്തെ മാനേജർ ചേട്ടൻ്റെ പുള്ളിയെടുത്ത് ചോദിച്ചു നോക്കാം കേട്ടോ. ചേട്ടാ പേരെന്തായിരുന്നു? ഇസ്മായിൽ. ഓക്കെ, നമ്മുടെ ഇവിടുത്തെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു കൊടുക്കുമോ? ഈ സ്ഥലവും ഇത് കോഫി ഗാർഡൻ റിസോർട്ട് എന്നാണ്. മടിക്കേരി 6 കിലോമീറ്റർ ഓൺ ദ വേ ടു മാംഗ്ലൂർ മൈസൂർ ഹൈവേയിലുള്ളത്. നമ്മളിതിപ്പോൾ 2 ബെഡ്റൂം കോട്ടേജ് ഉണ്ട്, സിംഗിൾ ബെഡ്റൂം കോട്ടേജ് ഉണ്ട്. സിംഗിൾ ബെഡ്റൂമിൽ ഒരു വുഡൻ കോട്ടേജ് ഉണ്ട്, അത് കുറച്ച് പ്രീമിയം ആണ്. പിന്നെ പൂളും പിന്നെ നൈറ്റ് ക്യാമ്പ് ഫയർ ആക്ടിവിറ്റി അങ്ങനെല്ലാം ഉണ്ടാവും. പിന്നെ വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് ആണുള്ളത് നമ്മൾ പ്ലാന്. ബ്രേക്ക്ഫാസ്റ്റ് ആണ് കൊടുക്കുന്നത്. നമുക്ക് ചാർജ് ഡിപ്പെൻസ് ആണ് അല്ലേ? സീസൺ വൈസ് ഉണ്ടാവും, ഹാഫ് സീസൺ വൈസ് ഉണ്ടാവും. ഹാഫ് സീസൺ വീക്ക് ഡേയ്സിലാകുമ്പോൾ ഇനിയും കുറയും. ഓക്കെ, വീക്കെൻഡ്സിലാകുമ്പോൾ കുറച്ച് ലോങ് വീക്കെൻഡ് അങ്ങനെ ആകുമ്പോൾ ഒരു ചെറിയൊരു ഹൈക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിൽ സാറിൻ്റെ നമ്പർ കൊടുത്താൽ പോരെ കൂടുതൽ ഡീറ്റെയിൽസ് അല്ലേ? ഇന്നലെ ഞാൻ വിളിച്ച നമ്പറിന് കൊടുത്താൽ മതി. സെയിം നമ്പർ. ഓക്കെ, വിസിറ്റിംഗ് കാർഡ് ഉണ്ടെങ്കിൽ ഒന്ന് തരും. ജസ്റ്റ് എനിക്ക് അതും കൂടെ ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നല്ല സ്റ്റേ ആയിരുന്നു കേട്ടോ. നമുക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. ഇന്നലെ രാത്രി വന്നു, ഫുഡും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുള്ളീനെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മുടെ പേര് പറഞ്ഞാൽ എന്തെങ്കിലും ചെറിയ ഡിസ്കൗണ്ട് ഒക്കെ പുള്ളി ചെയ്തു തരുകയും ചെയ്യും. നമ്മൾ 80% റെഫറൻസിലെ വരുന്നത്. പിന്നെ മേക്ക് ട്രിപ്പ് ഗോയിബ് അങ്ങനെ ഉണ്ട് ഓൺലൈൻ. അവരെന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ ജസ്റ്റ് പ്രൈസ് ഒന്ന് കൂടുതലായിരിക്കും കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതിലുള്ളത്. പിന്നെ ആവറേജ് വരുന്നതെല്ലാം ഈ മോർ ഓഫ് സൗത്ത് ഇന്ത്യൻസ് ആണ്, എല്ലാം റെഫറൻസിലാണ് വരുന്നത്. ഹയർ എൻഡ് ഓഫീസേഴ്സ് ആണ്. നമുക്ക് ഇവിടുന്ന് മൈസൂരിൽ നിന്ന് ആ സൈഡിൽ നിന്ന് വരുന്നവർക്കാണെങ്കിൽ മടിക്കേരി എത്തുന്നതിന് മുമ്പ് അല്ലേ? അല്ലല്ല, മാംഗ്ലൂരിൽ നിന്ന് മടിക്കേരി എത്തുന്നതിന് മുമ്പ് 6 കിലോമീറ്റർ. ഓക്കെ,
മൈസൂരിലാണെങ്കിൽ മടിക്കേരി വന്നിട്ട് അവിടുന്ന് 6 കിലോമീറ്റർ. 6 കിലോമീറ്റർ. ഓക്കെ ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പുള്ളിനെ കോൺടാക്ട് ചെയ്താൽ ലൊക്കേഷനും കാര്യങ്ങളും നമ്പറൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുകയും ചെയ്യാം.